ചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് 1 കപ്പ് റവ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല കണക്ക് നമുക്ക് വറുത്തെടുക്കാം, ചൂടാക്കിയെടുക്കാം. ഒന്ന് ചൂടായാൽ മതി. അപ്പോൾ റവ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചട്ടിയിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം, കുറച്ച് ഉഴുന്ന് പരിപ്പും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് നമ്മൾ ഒരു സവാളയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല കണക്ക് ഇളക്കി കൊടുക്കാം. സവാളയും പച്ചമുളകാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നല്ല കണക്ക് വഴണ്ട് വരണം. വഴണ്ട് വന്നിട്ട് നമുക്ക് അപ്പം നമ്മൾ റവ എടുത്ത ആ പാത്രത്തിന് തന്നെ നമ്മൾ 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമുക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒരു ലൈക്ക് അടിച്ച് എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യുക. അപ്പോൾ നമ്മുടെ വെള്ളം തിളയ്ക്കുന്നുണ്ട്. നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല കണക്ക് ഇളക്കി കൊടുക്കാം. ഈ വെള്ളത്തിനകത്ത് ഇങ്ങനെ കിടന്ന് ഈ ഉപ്പുമാവ് വേവണം. എന്നാലേ നല്ല സോഫ്റ്റായിട്ട് വരത്തുള്ളൂ. നല്ല കണക്ക് വേവട്ടെ. റവേനേയും കാട്ടി ഇരട്ടി വെള്ളം എടുക്കണം. എന്നാലേ ഈ ഉപ്പുമാവ് നല്ല സോഫ്റ്റായിട്ടും നല്ല നമ്മൾ ഹോട്ടലിൽ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റും രുചിയിലും നമുക്ക് വരത്തുള്ളൂ. അപ്പോൾ നേരത്തെ നമുക്ക് ഇച്ചിരി കറിവേപ്പില ഇട്ട് കൊടുക്കാൻ മറന്നുപോയി. അപ്പോൾ ഇച്ചിരി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. തയ്യാറായിട്ടുണ്ട്. ഈ നമ്മുടെ ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതാണ്ട് ഈ പരുവത്തി നമുക്ക് എടുക്കണം. പിന്നെ കുറച്ച് പഞ്ചസാര ആവശ്യമുണ്ടെങ്കിൽ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാൻ പിന്നെ ഇങ്ങനെ ആയിത്തീരുമ്പോൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കും. കറി ആവശ്യമുള്ളവർക്കാണെങ്കിൽ കറി. പക്ഷേ ഇത് വെറുതെ തിന്നാലും തന്നെ നല്ല സോഫ്റ്റുമാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ വെറുതെ വേണമെങ്കിൽ നമുക്ക് കഴിക്കാം. അപ്പോൾ നമ്മുടെ ഹോട്ടൽ സ്റ്റൈലിലെ ഉപ്പുമാവ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്. അത് കാണിച്ചു തരാം. കണ്ടോ, നല്ല സോഫ്റ്റാണ് നമ്മുടെ ഉപ്പുമാവ്.